സ്നേഹിച്ചിട്ടുണ്ടോ ഗൈസ്? സ്നേഹിക്കാത്തതായിട്ട് ദുനിയാവിൽ ആരുമില്ല അല്ലേ? ലവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ലവ് ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് വെച്ചാൽ ആരും ചെയ്തിട്ടില്ല എന്നൊന്നും പറയണ്ട. എല്ലാവർക്കും ലവറുണ്ടാവും. സ്നേഹം തോന്നാത്തതായിട്ട് ദുനിയാവിൽ ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തിയാണ് ഞാൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പാരൻസിൻ്റെ മുമ്പിൽ നിന്ന് ഫോൺ ചെയ്യുക, നമ്മൾ പാരൻസിൻ്റെ ഒരു ബഹുമാനം ഇല്ലാണ്ട് മീൻസ് ചാറ്റ് ചെയ്യുക, നമുക്ക് പുതിയ ലവർ കിട്ടിയല്ലോ ഓനെ മതി എന്നുള്ള ഫീലിങ്സ് വരാണ്ട് നിൽക്കുക. നമ്മളെ പാരൻസിനെ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുക. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട പണി ഇതാണ്. നമുക്ക് ഒരാളോട് റിയലായിട്ട് സ്നേഹം തോന്നിയാൽ, നമുക്ക് അയാളെ പിരിയാൻ പറ്റില്ല എന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ട പണി, നമ്മളായിട്ട് തന്നെ നമ്മളെ പാരൻസിൻ്റെ ചെവിയിൽ വളരെ സ്മൂത്തായിട്ട് ഈ കേസ് അവിടെ അവതരിപ്പിക്കാൻ പഠിക്കുക. അല്ലാണ്ട് നമ്മളെ കേസ് ഏതെങ്കിലും ഒരു ദിവസം, ലീവുള്ള ദിവസം ഫ്രണ്ട്സിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓനെ കാണാൻ പോവുക, എന്നിട്ട് അത് നമ്മൾ പാരൻറ്റിൻ്റെ ചെവിയിൽ വേറെ ആൾ വഴി 10 കൂട്ടി പറഞ്ഞിട്ട് അത് എത്തുമ്പോഴാണ് പാരൻസിന് അതൊരു വേദനയായി. ഞാനിങ്ങനെയൊക്കെ വളർത്തിയിട്ട് പോയിട്ട് വലുതാക്കിയൊക്കെ എന്ത് കുറവ് കൊടുത്തിട്ടാണ്, അങ്ങനെയൊക്കെ ഫീല് വരും, കണ്ണീര് വരും കണ്ണിന്ന്, അങ്ങനെയൊക്കെ ആവും. അപ്പം നമുക്ക് അതിനോട് ആ പാരൻസ് ഒരു എതിർപ്പ് അതിലൂടെ വരും. അപ്പം നിങ്ങളായിട്ട് ലവറെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. ഇറങ്ങിപ്പോയാൽ കിട്ടുന്ന പണി മക്കളെ വേറെയാണ്. അവരെ കണ്ണിന്ന് മീൻസ് ഇറങ്ങിപ്പോയാൽ പിന്നെയും നിങ്ങൾ പേരുദോഷം ആ ഫാമിലിക്ക്, ആ ഉമ്മാക്കോ ഉപ്പാക്കോ അല്ല അച്ഛനോ അമ്മക്കോ വരുത്തി. അപ്പം നല്ല ഇൽക്ക് വളർത്തിയതാകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കലാകുമ്പം വലിയ വേദന തന്നെയാണ്. അപ്പോൾ കണ്ണിന്ന് വന്നാൽ ഈ ഇറങ്ങിപ്പോയതിൻ്റെ കേസിലും കൂടി കരയുകയാണെങ്കിൽ നമ്മൾ എവിടെ പോയിട്ട് ലൈഫ് തുടങ്ങിയാലും നമ്മൾ രക്ഷപ്പെടില്ല മക്കളെ, ഒരു സംശയമില്ല. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അറേഞ്ച് മാരേജിലേക്ക് പോകുന്നതാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പാരൻസ് ലവ് ചെയ്ത മക്കളുണ്ടെങ്കിൽ കൂടുതലും നല്ലത് അത് തന്നെയായിരിക്കും. ഇപ്പോൾ ഉള്ള അറേഞ്ച് മാരേജിൽ കാണുന്നില്ലേ, നമ്മളെ ഷഹാനൻ്റെ കേസ് നോക്കിയേ, അതും നിറം പോരാ, കിട്ടുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞ് നിറം പോരാ. ഇപ്പം നമ്മളെ വിഷ്ണുജൻ്റെ കേസ് നോക്കിയേ, അതും നിറം പോരാ. എന്ത് സുന്ദരിയാ അറിയാം, രണ്ടാൾക്കും ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, എന്തായാലും സൗന്ദര്യമുണ്ട്. അതിപ്പോൾ സൗന്ദര്യം ഇല്ലയെന്ന് പറയാനൊന്നും കഴിയില്ല, അവർക്കൊക്കെ വേണ്ട സൗന്ദര്യമുണ്ട്. പക്ഷേ അത് മതി, കെട്ടുമ്പോൾ അത് മതി, പിന്നെ അത് പോരാ. അപ്പം ഇതിൻ്റെ പിന്നിലൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ദയവ് ചെയ്ത് അറേഞ്ച് മാരേജിൽ പെട്ടെന്ന് കയറി ചാടി പോയിട്ട് കെട്ടിച്ച് കൊടുക്കല്ലേ. അതൊരു കാലനായിട്ടാണ് പിന്നെ മാറുന്നത്. കല്യാണമൊക്കെ കഴിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കാനാണ്, പണ്ടൊക്കെ ജീവിക്കാനാണ് വിട്ടുകൊടുക്കുന്നത്, പക്ഷേ ഇപ്പം കൊല്ലുന്ന കോലത്തിലേക്കാണ് ഓരോരുത്തരും വരുന്നത്. അപ്പം ദയവ് ചെയ്ത് നമ്മുടെ മക്കളെ, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി എടുത്ത മക്കളെ ഒരു പാരൻറ്റും കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള ചെക്കന്മാർ താലിച്ചരടിന് ഒരു വിലയും കൽപ്പിക്കാണ്ട്, മഹറിന് ഒരു വിലയും കൽപ്പിക്കാണ്ട്, വേണ്ട നിസ്സാരമായിട്ട് തള്ളി പറയുന്നുണ്ടെങ്കിൽ ഓനെ പിന്നെന്തിന് ഇവനിക്ക് വേണ്ടിയിട്ട് എന്തിനാ ജീവിതം ഇല്ലാണ്ടാക്കുന്നത്? എന്ത് കാര്യമുള്ളത്? പെൺകുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, അവർക്ക് അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, ഒക്കെ ഉണ്ട്. ഇവർക്കൊന്നും മടുത്തിട്ടില്ല നിങ്ങളെ വളർത്തിയിട്ടോ നിങ്ങളെ കൂടെ ജീവിച്ചിട്ടോ ഒന്നും കൊതി തീർന്നിട്ടില്ല. നിങ്ങൾ ഈ മരണത്തിലേക്ക് പോയാൽ നമ്മൾ മീൻസ് പാരൻസ് എന്ന് പറയുന്ന ഒരു ലോകമുണ്ടല്ലോ, അവരെ ആ ലൈഫ് മൊത്തം അവർ കണ്ണീരിലാണ് മക്കളെ, ഓർത്തോ. എന്തായാലും അവരെ കണ്ണീരിൽ തന്നെയാണ്, ഒരു സംശയമില്ല. നിങ്ങളതുകൊണ്ട് മരണത്തിലേക്ക് പോകല്ലേ. ദയവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണോ ഫ്രീ ആയിട്ട് എവിടെ പോയാലാണ് കുറച്ച് ഫ്രീ ആവുക, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിക്കും. മീൻസ് വേറെ ആരെങ്കിലും മുമ്പിൽ, നിങ്ങൾക്ക് ആരും മുമ്പിൽ എത്തിയാലാണ് സമാധാനം, അവരോടൊക്കെ തുറന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൻ്റെ സമാധാനം കൂടുതലായിട്ട് നമുക്ക് സമാധാനം കിട്ടും. ആ വഴിക്ക് പോയിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഓനും വേണ്ടെങ്കിൽ നിങ്ങൾക്കും വേണ്ടാന്ന് തീരുമാനിക്കുക. ഇതെന്താ ഇപ്പോൾ പെൺകുട്ടിക്ക് പറ്റുന്നേ? എന്തിനാ മരിക്കുന്നേ? എന്തിനാ ഇങ്ങനത്തെ എൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കുന്നേ? നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട പെൺകുട്ടികളല്ലേ ഇത്? അതുകൊണ്ട് ദയവ് ചെയ്ത് മരണത്തിലേക്ക് പോവല്ലേ. ഒന്ന് നല്ലോണം ഓർത്ത് നോക്കിയേ, എത്ര വിദ്യാഭ്യാസമുണ്ട്, എന്തൊക്കെ പഠിപ്പുണ്ട്, ഇപ്പം എന്തൊക്കെ അറിവുള്ള പെൺകുട്ടികളാണിപ്പോൾ അല്ലേ? നല്ല വിദ്യാഭ്യാസമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മൾ മരിക്കേണ്ട ആവശ്യം വരുന്നില്ല, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പഠിക്കുക മക്കളെ, പഠിക്കുക കേട്ടോ. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം, നിങ്ങൾ പുറത്തേക്ക് വന്നേക്ക്. നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നേക്ക്. അതിനുള്ള നിയമമൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ മരിക്കുന്നത്? അപ്പം നല്ലോണം ഓർത്തിട്ട് മാത്രം ജീവിതത്തിലോട്ട് വിട്ടുകൊടുക്കുക പെൺകുട്ടികളെ. ഇപ്പം ശരിക്കും നമ്മുടെ താലിച്ചരട് അഥവാ നിക്കാഹിൻ്റെ മഹർ എന്ന് പറയുന്നത് എല്ലാവരും ഇല്ല, കാലനായിട്ടാണ് വരുന്നത്. നമ്മളെ കാലനാണ് അത് എന്നുള്ള കോലത്തിലേക്ക് കാണിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പം
ഇപ്പം പെൺകുട്ടികളില്ല, ഭയങ്കര ഡിമാൻഡാണ്. പക്ഷെ എന്നിട്ടും ഈ ആൺവർഗം പഠിക്കുന്നില്ല. ചില ആൺകുട്ടികൾ, ചിലവർക്ക് ഈ പെൺകുട്ടികളെ കിട്ടിയാൽ പൊന്നുപോലെ നോക്കും. ശരിക്കും പറഞ്ഞാൽ കിട്ടാണ്ട് കാത്തു നിൽക്കുന്ന എത്രയോ ആൺകുട്ടികളുണ്ട്. ഈ ചിലവരാണെങ്കിലോ ഒരു കോലത്തിലുള്ള ആൺകുട്ടികളെ എന്താ പറയാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനു മുമ്പ് ഒന്നും കൂടി പറയുകയാണ്, മരണത്തിലേക്ക് പോകരുത്. ദയവ് ചെയ്ത് നമ്മളെ പാരൻസിനെ കൈവിടരുത്. എപ്പോഴും അവർ നിങ്ങളെ കൂടെ ഉണ്ടാവും.